യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തിയെന്ന വാർത്തയിൽ വലിയ വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇരുവരും സ്വകാര്യ സംഭാഷണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ റഷ്യൻ പ്രസിഡന്റിന്റെ ഓഫീസ് അപ്പാടെ തള്ളിക്കളയുകയാണ് ചെയ്തത്. മാത്രമല്ല, ക്രെംലിൻ വക്താവ് ഇതിനെ ശുദ്ധമായ ഭാവന എന്നാണ് വിശേഷിപ്പിച്ചത്. ഇക്കാലത്ത് ചില വലിയ പ്രസിദ്ധീകരണങ്ങൾ പോലും നൽകുന്ന വാർത്താവിവരങ്ങളുടെ ഗുണനിലവാരത്തിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമായി ഇതിനെ പറയാം. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്ത തികച്ചും അസത്യമാണ്. എങ്ങനെ ഇത്തരം ശുദ്ധമായ കെട്ടുകഥ മെനയുന്നുവെന്നും സ്പുട്നിക് ന്യൂസ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ചോദിക്കുകയുണ്ടായി. രഹസ്യവൃത്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വാഷിംഗ്ടൺ പോസ്റ്റാണ് ആദ്യം വാർത്ത നൽകിയത്. അതിനു പിന്നാലെ മറ്റ് മാധ്യമങ്ങളും സമാന വാർത്തകൾ നൽകുകയുണ്ടായി. വ്യാഴാഴ്ച ഫ്ലോറിഡയിലെ മാർ എ ലാഗോ റിസോർട്ടിൽ വെച്ച് ഒരു സ്വകാര്യ ടെലിഫോൺ സംഭാഷണത്തിൽ ട്രംപ് പുടിനുമായി സംസാരിച്ചുവെന്നായിരുന്നു ഞായറാഴ്ച വാഷിംഗ്ടൺ റിപ്പോർട്ട് ചെയ്തിരുന്നത്. മാത്രമല്ല, യുക്രൈനിൽ റഷ്യ കൈവശപ്പെടുത്തിയ ഭൂമിയുടെ പ്രശ്നം ട്രംപ് ഉന്നയിച്ചുവെന്നും യൂറോപ്പിലെ US സൈനിക സാന്നിധ്യത്തെക്കുറിച്ച് ട്രംപ് പുടിനെ ഓർമ്മിപ്പിച്ചതായും സംഘർഷം പരിഹരിക്കുന്നതിനുള്ള കൂടുതൽ സംഭാഷണങ്ങളിൽ താൽപര്യം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, രണ്ടാം തവണ പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ യുക്രൈൻ റഷ്യ യുദ്ധം വഷളാകുന്നതിനും ട്രംപിന് താൽപര്യമില്ല എന്നതാണ്. ഫ്ലോറിഡയിലെ റിസോർട്ടിൽ നിന്നായിരുന്നു ട്രംപ് ഫോണിൽ സംസാരിച്ചത്. ബുധനാഴ്ച യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായുള്ള സംഭാഷണത്തിൽ തുടർച്ചയായിട്ടായിരുന്നു പുടിനുമായുള്ള ചർച്ച. അതിനാൽ ഇരുവരും തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് യുക്രൈൻ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, യുക്രൈനിലെ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാതിരിക്കുന്നതാണ് നല്ലതെന്നും ട്രംപ് ഉദ്ദേശിച്ചത്. യൂറോപ്പിലുള്ള USന്റെ ശക്തമായ സൈനിക സാന്നിധ്യത്തെക്കുറിച്ച് പുടിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. നിയുക്ത പ്രസിഡന്റ് എന്ന നിലയിൽ ട്രംപും മറ്റ് ലോക നേതാക്കളും തമ്മിലുള്ള സ്വകാര്യ ഫോൺ സംഭാഷണങ്ങളെക്കുറിച്ച് പ്രതികരിക്കില്ലെന്ന് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ സ്റ്റീവൻ ഷും പ്രതികരിക്കുകയുണ്ടായി. അതിനിടെ കഴിഞ്ഞ ബുധനാഴ്ച യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും ടെലിഫോണിൽ ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. സെലൻസ്കിയുമായുള്ള ചർച്ചയിൽ ട്രംപ് യുക്രൈന് സഹായം ചെയ്യുമെന്ന നിലയിലുള്ള വാഗ്ദാനം നൽകിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ട്രംപും സെലൻസ്കിയുമായുള്ള ചർച്ചയ്ക്കിടെ ശതകോടീശ്വരൻ എലോൺ മസ്കിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട്. 25 മിനിറ്റ് സമയമായിരുന്നു ട്രംപും സെലൻസ്കിയും ഫോണിൽ പരസ്പരം സംസാരിച്ചത്. ഈ ചർച്ചയ്ക്കിടെ മസ്കിന് ട്രംപ് ഫോൺ കൈമാറിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. മസ്കും സെലൻസ്കിയും തമ്മിൽ എന്താണ് സംസാരിച്ചതെന്ന കാര്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ട്രംപിനോട് സംസാരിക്കുന്നതിനിടെ മസ്കും സെലൻസ്കിയോട് ചർച്ച നടത്തിയെന്ന കാര്യം യുക്രൈൻ അധികൃതർ സ്ഥിരീകരിച്ചെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഏത് തരത്തിലുള്ള ഇടപെടലാണെന്ന് അദ്ദേഹം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല.